ചലച്ചിത്ര വികസന കോർപ്പറേഷന് കീഴിൽ ആധുനീകരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്ററുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നാടിന് സമർപ്പിച്ചു. സിനിമകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് ആധുനിക തിയേറ്ററുകൾ അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ 1985-ൽ ചേർത്തലയിലാണ് ആദ്യത്തെ തിയേറ്റർ ആരംഭിച്ചത്. ഇന്ന് 6 ജില്ലകളിലായി 17 സ്ക്രീനുകൾ KSFDCക്ക് ഉണ്ട്. 2030 ആകുമ്പോഴേക്കും 50 സ്ക്രീനുകൾ സജ്ജമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 150 കോടിയുടെ നവീകരണ പ്രവൃത്തികൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ 70 കോടിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതായും മന്ത്രി പറഞ്ഞു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണം പൂർത്തിയായാൽ കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമാ പ്രവർത്തന കേന്ദ്രമായി ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാറുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയുടെ പ്രോത്സാഹനത്തിനായി തിരുവനന്തപുരത്ത് ഓഗസ്റ്റ് 2, 3 തീയതികളിലായി സിനിമാ കോൺക്ലേവും കൊച്ചിയിൽ ഡിസംബർ 18, 19, 20 തീയതികളിലായി കൾച്ചറൽ കോൺഗ്രസ് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സിനിമകൾക്ക് പേരിടുന്നതിനുള്ള അവകാശം പോലും മറ്റുള്ളവരിലേക്ക് പോകുന്ന കാലമാണിത്. എല്ലാ ആവിഷ്കാരവും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലത്ത് തീർച്ചയായും സാംസ്കാരിക മേഖലയുടെ കൂട്ടായ്മ അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒല്ലൂരിൽ സിനിമാ തിയേറ്ററിന്റെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു കാഴ്ചാനുഭവം ഒരുക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ കേരളത്തിലെ LDF ഗവൺമെൻറ്റിനും സാംസ്കാരിക വകുപ്പിനും അതിയായ അഭിമാനമുണ്ട്. 1.5 കോടി രൂപ വീതം 2 പേർക്ക് നൽകി 3 കോടി രൂപ ചെലവിൽ സിനിമകൾ നിർമ്മിക്കുന്നു. പ്രതിവർഷം അതുപോലെ തന്നെ 1.5 കോടി രൂപ വീതം ധനസഹായം കൊടുത്ത് ഇപ്പോൾ 4ഓളം സിനിമകൾ അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ വനിതാ സംവിധായകരുടെ 4 സിനിമകൾ ഇതിനകം റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വനിതകൾക്കും പ്രത്യേകമായി 1.5 കോടി രൂപ വീതം 3 കോടി രൂപ നമ്മൾ മൊത്തം 6 കോടി രൂപ സിനിമ സംവിധാനത്തിന് വേണ്ടി SC STക്കും അതുപോലെ തന്നെ വനിതകൾക്കായി ഗവൺമെൻറ് ഇപ്പോൾ നൽകുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള KSFDCയുടെ തിയേറ്ററുകൾ നവീകരിക്കുന്ന പദ്ധതി ഈ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒട്ടേറെ തിയേറ്ററുകൾ ആധുനികവൽക്കരിച്ച് നമുക്ക് സമൂഹത്തിന് പ്രയോജനകരമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. കായംകുളം, വൈക്കം, അളഗപ്പനഗർ, പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ശാരീരിക വ്യായാമം പോലും ജാതി മത രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിലൂടെ അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ സമൂഹത്തിലെ വിവിധ ധാരകളിൽ നടക്കുന്നുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. ചടങ്ങിൽ അഭിനയത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ TG രവിയെയും തിയേറ്ററിന്റെ നവീകരണത്തിൽ പങ്കാളിയായവരെയും മന്ത്രിമാർ ചേർന്ന് ആദരിച്ചു. ചലച്ചിത്ര സംവിധായകനും ഡയറക്ടർ ബോർഡ് അംഗവുമായ MA നിഷാദ്, ഷാജി N. കരുൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. KSFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശൻ, P. ബാലചന്ദ്രൻ MLA, KSFDC ഡയറക്ടർ ബോർഡ് അംഗം ഷെറി ഗോവിന്ദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ.